Good morning dear students. ഇന്നും നമ്മൾ കോൺട്രാക്റ്റ് അക്കൗണ്ട് തന്നെ കണ്ടിന്യൂ ചെയ്യാണ്. കോൺട്രാക്റ്റ് അക്കൗണ്ടിലെ മാക്സിമം പ്രോബ്ലംസ് നമുക്ക് വർക്ക് ചെയ്യേണ്ടതുണ്ട്. കാരണം ഇതൊരു എസ്സേ ടോപ്പിക്കാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിലെ 4-5 കണ്ടീഷൻസ് റൂൾസ് അപ്ലൈ ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യനാണ്. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും 5 ക്വസ്റ്റ്യൻസ് 5 റൂൾസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് വേണം. പ്ലസ് അതിനോടനുബന്ധിച്ച് വരുന്ന അഡീഷണൽ ആയിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുന്ന ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. എന്തായാലും ഞാൻ അധികം സമയം കളയുന്നില്ല. ഇന്നത്തെ ദിവസവും പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ഏറെക്കുറെ എടുക്കാനുള്ളതൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രോബ്ലത്തിലേക്ക് ഡയറക്റ്റായിട്ട് കിടക്കുകയാണ്. ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പേജ് നമ്പർ 250 250 പേജിലെ ഇല്ലസ്ട്രേഷൻ 12 ആണ്. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. The following particulars related to a contract started on 1st January 2019. The price being rupees 6 lakh. Work certified till 31/3/2019 5,80,000. Work uncertified on 31/3/2019 10,000. Cash received from the contractee 4,64,000. Materials used 2,60,000. Wages 2,10,000. Other expenses 30,000. It is informed that the contract would be finished by 15th January 2020. It is estimated that the further expenses required for completion of work would be materials 8,000, wages 7,000, other expenses 5,000. Prepare contract account for the year ended 31st December 2019 showing the amount of profit that would be credited to profit and loss account. അപ്പോൾ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് നിയർ ടു കംപ്ലീഷൻ സ്റ്റേജ് എന്നുള്ള ടോപ്പിക്കിൽ വരാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അതായത് 6 ലക്ഷം രൂപയുടെ ഒരു വർക്കാണ്. ഇതിൽ വർക്ക് സർട്ടിഫൈഡ് തന്നെ 5,80,000 രൂപയാണ്. ദെൻ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് നിയർ ടു കംപ്ലീഷൻ സ്റ്റേജ് അല്ലേ? കംപ്ലീറ്റ് ആവാൻ വളരെ അടുത്ത് 20,000 രൂപയുടെ വർക്കാണ്. 20,000 രൂപ കൂടിയാണ് കുറവുള്ളൂ. അപ്പോൾ ഇത്തരം സ്റ്റേജിൽ നമുക്ക് റൂള് പറഞ്ഞിട്ടുള്ള എന്താണ്? അവിടെ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് കാണുക, ദെൻ എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് കാണുക. എങ്ങനെയാണ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് കാണുക? ഇപ്പോഴുള്ള കോസ്റ്റ് കണ്ടുപിടിച്ചതിന് ശേഷം അതിൻ്റെ കൂടെ വരാൻ പോകുന്ന എക്സ്പെൻസസ് കൂടി എസ്റ്റിമേറ്റ് ചെയ്ത് കണ്ടത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ട്രീറ്റഡ് ആസ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ്. ദെൻ ടോട്ടൽ പ്രൈസിൽ നിന്ന് ഇത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് കിട്ടും. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നോഷണൽ പ്രോഫിറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട എമൗണ്ട് കാണുന്നത് അല്ലേ? അതിൻ്റെ ആ എമൗണ്ട് എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റിൻ്റെ എമൗണ്ട് വർക്ക് സർട്ടിഫൈഡ് ഡിവൈഡ് ബൈ കോൺട്രാക്ട് പ്രൈസ്. അവിടെ 2/3 1/3 ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റായിട്ട് വർക്ക് സർട്ടിഫൈഡിൻ്റെയും കോൺട്രാക്ട് പ്രൈസിൻ്റെയും ബേസിസിലേക്ക് നമുക്കതിനെ ചുരുക്കി അതെവിടേക്ക് മാറ്റാം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റാം. ബാക്കിയുള്ള എമൗണ്ട് റിസർവിലേക്ക് മാറ്റാം. എന്തായാലും അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമുക്ക് നേരിട്ട് ഇതിൻ്റെ സൊല്യൂഷനിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ കോൺട്രാക്റ്റ് അക്കൗണ്ട് വരച്ചിട്ടുണ്ട്. ഇത് നിയറിങ് കംപ്ലീഷൻ എന്നുള്ള ഹെഡിൽ വരുന്നതാണ്. അതായത് കോൺട്രാക്റ്റ് എമൗണ്ട് 6 ലക്ഷമാണ്. വർക്ക് സർട്ടിഫൈഡ് 5,80,000 ആണ്. ദെൻ വർക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാറായി. ഇത്തരം കേസുകളിൽ നമ്മൾ എന്ത് ചെയ്യണം? എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് കാണണം എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും സ്പെഷ്യാലിറ്റി ഉള്ള കാര്യം. അപ്പോൾ നമുക്കിവിടെ വർക്കിംഗ് നോട്ടിൽ വേണമെങ്കിൽ അതൊന്ന് എഴുതിയിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വർക്കിംഗ് നോട്ട് 1 എന്താണ്? എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ്. എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് എങ്ങനെ കാണാം? നമുക്ക് തന്നിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് വന്നിട്ടുള്ള ടോട്ടൽ കോസ്റ്റ് ആഡ് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് വരാവുന്ന കോസ്റ്റുകൾ, ടോട്ടൽ കോസ്റ്റ് വരാവുന്ന കോസ്റ്റുകൾ എന്ത് ചെയ്യുക? ലെസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇവിടെ ടോട്ടൽ കോസ്റ്റ് ഇൻഗേർഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മെറ്റീരിയൽസ് യൂസ്ഡ്. ഞാൻ MU എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ. മെറ്റീരിയൽസ് യൂസ്ഡ് 260
then wages 2,10,000, then other expenses 30,000. ഇത്രയാണ് നമുക്ക് എക്സ്പെൻസ് പറഞ്ഞിട്ടുള്ളത്. 5 ലക്ഷം. ഇനി അതിൻ്റെ താഴെ പറയുന്നുണ്ട് എന്താണ്? ഇനി താഴെ പറയുന്നത് ഫർദർ എക്സ്പെൻസസ് എന്താണ്? മെറ്റീരിയൽസ് ഫർദർ ഇനി വരാൻ സാധ്യതയുള്ളത് മെറ്റീരിയൽസ് 8,000, വേജസ് എന്ന് പറയുന്നത് 7,000, ദെൻ അതർ എക്സ്പെൻസസ് വീണ്ടും 8,000. അപ്പോൾ 2 16 4 20 23,000. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 5,23,000 ആണ് എക്സ്പെക്റ്റഡ് അല്ലെങ്കിൽ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. 5,23,000 ആണ്. ഒന്നുകൂടി നോക്കിയിട്ട് ചെറിയ വ്യത്യാസമുണ്ട്. ഇത് 5 ആണ് കേട്ടോ, സോറി 5 ആണ്. അപ്പോൾ 20,000 രൂപയാണ്. 5,20,000, 5,20,000 രൂപയാണ് നമ്മുടെ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. Therefore നമ്മൾ എന്ത് കാണണം? എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു, therefore നമുക്കിവിടെ കാണേണ്ട എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് ആണ് അല്ലേ? എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു കോൺട്രാക്റ്റ് പ്രൈസ് മൈനസ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ആയിട്ടുള്ള 5,20,000 ഈസ് ഈക്വൽ ടു 80,000 ആണ് നമ്മുടെ എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ്. 80,000 രൂപയാണ് എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത കണ്ടീഷൻ ഒരു ഐറ്റം നമ്മൾ കണ്ടുപിടിച്ചു. അടുത്ത കാര്യം എന്ന് പറയുന്നത് ഈ എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റിലെ എങ്ങനെയാണ് P&L അക്കൗണ്ടിലേക്കും റിസർവിലേക്കും മാറ്റേണ്ടത്. മനസ്സിലായല്ലോ? എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റിനെ നമ്മൾ പഠിച്ചെന്താണ്? എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് 80,000 ആണ് ഇൻറ്റു വർക്ക് സർട്ടിഫൈഡ് ഡിവൈഡഡ് ബൈ കോൺട്രാക്റ്റ് പ്രൈസ്. ഈ ഏരിയയിലാണ്. അപ്പോൾ 80,000 ഇൻറ്റു വർക്ക് സർട്ടിഫൈഡ് എത്രയാണ്? 5,80,000. ദെൻ കോൺട്രാക്റ്റ് പ്രൈസ് എത്രയാണ്? 6 lakh. ഈ റേഷ്യോയിലാണ് മാറ്റേണ്ടത്. അങ്ങനെ മാറ്റുമ്പോൾ 77,333 77,333 രൂപ P&L അക്കൗണ്ടിലേക്കും ബാക്കിയുള്ളത് റിസർവിലേക്കും മാറ്റണം. അപ്പോൾ ഇവിടെ വർക്കിംഗ് നോട്ട് 2 എന്താണ്? എമൗണ്ട് ടു ട്രാൻസ്ഫർ ടു എന്ന് എഴുതാം, അല്ലെങ്കിൽ എമൗണ്ട് ടു P&L അക്കൗണ്ട്. P&L അക്കൗണ്ടിലേക്ക് മാറ്റേണ്ടുന്ന എമൗണ്ട് ഏതാണ്? എങ്ങനെ അറിയാം? എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് ഇൻറ്റു വർക്ക് സർട്ടിഫൈഡ് ഡിവൈഡ് ബൈ എന്താണ്? കോൺട്രാക്റ്റ് പ്രൈസ്. ആ റേഷ്യോയിലേക്ക് അതിനെ ചുരുക്കിയിട്ട് ചെയ്യാം. അപ്പം 2 കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക. ഒന്ന്, ഇത്തരം ക്വസ്റ്റ്യനിൽ, അതായത് ഈ ക്വസ്റ്റ്യൻ്റെ കാറ്റഗറി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എന്താണ്? നിയറിങ് കംപ്ലീഷൻ, അല്ലെങ്കിൽ എന്താണ്? കംപ്ലീഷൻ സ്റ്റേജിൽ എത്തി നിൽക്കുന്നൊരു കോൺട്രാക്റ്റാണ്. അത്തരം കോൺട്രാക്റ്റിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? കഴിയാറായി. അപ്പോൾ എന്ത് ചെയ്യുക? എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് എങ്ങനെയാണ് കാണുക? ടോട്ടൽ കോസ്റ്റ് പ്ലസ് എസ്റ്റിമേറ്റഡ് അതർ എക്സ്പെൻസസ്. നമ്മുടെ ടോട്ടൽ കോസ്റ്റ് 5 ലക്ഷം രൂപയാണ്. ഇനി വരാവുന്ന എസ്റ്റിമേറ്റ് ചെയ്യുന്ന മറ്റ് കോസ്റ്റുകൾ, മെറ്റീരിയൽസ്, വേജസ്, അതർ എക്സ്പെൻസസ് ഒക്കെ കൂടി 20,000 രൂപയാണ്. അങ്ങനെ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് എത്രയാണ്? 5,20,000 ആണ്. ദെൻ എന്ത് ചെയ്യുക? എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു കോൺട്രാക്റ്റ് പ്രൈസ് മൈനസ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ്, ദറ്റ് ഈസ് 80,000 ആണ് എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. 80,000. രണ്ടാമത്തെ വർക്കിംഗ് നോട്ടിൽ എമൗണ്ട് ട്രാൻസ്ഫേർഡ് ടു കാൽക്കുലേഷൻ ഓഫ് എമൗണ്ട് ട്രാൻസ്ഫേർഡ് ടു P&L അക്കൗണ്ട്. ഇതിൽ 80,000 രൂപയാണ് നമ്മുടെ പ്രോഫിറ്റ്. അത് എങ്ങനെ റെഡ്യൂസ് ചെയ്തിട്ട് വേണം? അത് വർക്ക് സർട്ടിഫൈഡ് ഡിവൈഡ് ബൈ കോൺട്രാക്റ്റ് പ്രൈസ് എന്നുള്ള റേഷ്യോയിൽ റെഡ്യൂസ് ചെയ്തിട്ട് വേണം എവിടേക്ക് മാറ്റാൻ? പ്രോഫിറ്റിലേക്ക് മാറ്റാൻ. ബാക്കിയുള്ള എമൗണ്ട് എന്താണ്? റിസർവിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഇതാണ് നമുക്ക് വർക്കിംഗ് നോട്ടിൽ ചെയ്യാനുള്ളത്. ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം. ബോർഡിൽ സ്പേസ് ഇല്ലാത്ത കാരണം കൊണ്ട് ഞാൻ മായ്ക്കുന്നുണ്ട് ഇത്. പക്ഷേ കുട്ടികൾ എന്ത് ചെയ്യണം? നിങ്ങൾ നിർബന്ധമായിട്ടും വർക്കിംഗ് നോട്ട് എഴുതി വെച്ചതിന് ശേഷം മാത്രമേ
ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടുള്ളൂ. അത് നിർബന്ധമാണ്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. ഉണ്ടാവും. അപ്പോൾ വർക്കിംഗ് നോട്ടൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. അത് ചെയ്തിട്ട് തന്നെയാണ് പോകാൻ പാടുള്ളൂ കേട്ടോ. ഇത്തരം ക്വസ്റ്റ്യനിൽ പ്രത്യേകിച്ചും നമുക്ക് വർക്കിംഗ് നോട്ട് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ, അതായത് ഇത് വരച്ച് വയ്ക്കുക, സ്പേസ് വരച്ച് വെച്ചതിന് ശേഷം മാത്രം വർക്കിംഗ് നോട്ട് പ്രൊവൈഡ് ചെയ്യാം. ആദ്യം തന്നെ വർക്കിംഗ് നോട്ട് എഴുതാൻ പാടില്ല. ആദ്യം തന്നെ വരച്ച് വെച്ചതിന് ശേഷം മാത്രം വർക്കിംഗ് നോട്ട് എഴുതാം. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇനി സാധാരണ പോലെ എക്സ്പെൻസ് ഒക്കെ ഡെബിറ്റ് ചെയ്യാം. ടു മെറ്റീരിയൽസ് 2,60,000, ടു വേജസ് 2,10,000, other expenses 30,000. ഇത്രയായി കഴിഞ്ഞാൽ ബൈ സൈഡിൽ ബൈ വർക്ക് ഇൻ പ്രോഗ്രസ്, അതായത് ആദ്യം എക്സ്പെൻസസ് ഒക്കെ ഡെബിറ്റ് ചെയ്യുക, അത് കഴിഞ്ഞാൽ ബൈ വർക്ക് ഇൻ പ്രോഗ്രസ്. വർക്ക് ഇൻ പ്രോഗ്രസ് രണ്ടായിട്ടാണല്ലോ എഴുതുക. വർക്ക് ഇൻ പ്രോഗ്രസ് ആദ്യം വർക്ക് സർട്ടിഫൈഡ്. വർക്ക് സർട്ടിഫൈഡ് എന്ന് പറയുന്നത് കോൺട്രാക്റ്റിയുടെ എഞ്ചിനീയറാണ് സർട്ടിഫൈ ചെയ്യേണ്ടത്. നേരത്തെ പറഞ്ഞിട്ടുള്ള തിയറിയാണ്, ഒന്നുകൂടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. 5,80,000. അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്ന വർക്ക് ഇൻ പ്രോഗ്രസ്സിലെ വർക്ക് അൺസർട്ടിഫൈഡ് ആണ്. അതും ഇവിടെ എഴുതി വയ്ക്കുക. വർക്ക് അൺസർട്ടിഫൈഡ് ഇവിടെ തന്നിട്ടുണ്ട് 10,000 ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ 10,000. അപ്പോൾ ഓൾമോസ്റ്റ് നിയറിങ് കംപ്ലീഷനാണ്. 590 വർക്ക് കഴിഞ്ഞതാണ്. 5,90,000 വർക്ക് കഴിഞ്ഞ കാരണം കൊണ്ടാണ് എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് കാണണം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ പോയത് കേട്ടോ. ഇത്ര ആയി കഴിഞ്ഞാൽ ബാലൻസ് ചെയ്യാം. $5,90,000. ദെൻ 5 lakh ആണ്. അപ്പോൾ 90,000 ആണ് വരിക ഇവിടെ. ഇവിടെ നമ്മൾ സാധാരണ പോലെ തന്നെ അതിൽ മാറ്റില്ല. നോഷണൽ പ്രോഫിറ്റ് ക്യാരി ഡൗൺ. ദെൻ അപ്പുറത്തേക്ക് എന്താണ്, notional profit brought down. 90,000 ഇത്രയാണുള്ളത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഇനിയാണ് P&L അക്കൗണ്ടിലേക്ക് മാറ്റേണ്ടത്. അപ്പോൾ ഇവിടെ സാധാരണ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കുട്ടികൾക്കൊരു സംശയം സാധാരണ വരുന്നത് നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിത് ട്രാൻസ്ഫർ ചെയ്യുന്നത് സാധാരണ. പക്ഷെ ഇവിടെ ഈ 90,000 നമ്മൾ ഉപയോഗിക്കില്ല. അതിന് പകരം നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുള്ള എമൗണ്ട് നേരിട്ട് എഴുതുകയാണ് ചെയ്യുക. കാരണം 80,000 ആണ് നമ്മുടെ എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ്. അതിൽ നിന്ന് മാറ്റുന്ന എമൗണ്ട് മാത്രമേ ഇതിലേക്ക് മാറ്റാൻ പാടുള്ളൂ. അപ്പോൾ നേരത്തെ കണ്ടുവച്ചിട്ടുള്ള എമൗണ്ട് ഞാൻ നേരിട്ട് എഴുതുകയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു വർക്കിംഗ് നോട്ട് 2 എന്ന് പറയുന്നുണ്ട് കുട്ടികൾക്ക് അറിയാൻ വേണ്ടിയിട്ട്. 77,333 ഇതാണ് നമ്മുടെ എമൗണ്ട്. ദെൻ 90,000 ബാലൻസ് ചെയ്യുക. ബാലൻസിങ് ഫിഗർ എവിടേക്ക് മാറ്റുക? റിസർവിലേക്ക്, വർക്ക് ഇൻ പ്രോഗ്രസ്സിലേക്ക് മാറ്റുക. ബാലൻസിങ് ഫിഗർ 12,667. ഇവിടെ എന്താണ്? വർക്ക് ഇൻ പ്രോഗ്രസ് എന്താണ്? റിസർവ്. അപ്പോൾ ഇവിടെ എല്ലാ കുട്ടികൾക്കും തെറ്റുന്നത് 90,000 എടുത്തിട്ടാണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റുന്ന എമൗണ്ട് ക്രമീകരിക്കുന്നത്. അത് നിയറിങ് കംപ്ലീഷൻ അല്ലെങ്കിൽ ഓൾമോസ്റ്റ് നിയർ ടു കംപ്ലീഷൻ സ്റ്റേജിൽ നിൽക്കുന്ന ഒരു പ്രൊജക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റിൻ്റെ കേസിൽ നമ്മളെപ്പോഴും എന്താണ്
വരാവുന്ന എസ്റ്റിമേറ്റഡ് എക്സ്പെൻസ് കൂടി കണക്കിലെടുത്ത് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് കാണുകയും കോൺട്രാക്ട് പ്രൈസും എസ്റ്റിമേറ്റഡ് കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് നോക്കി എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് കണ്ടെത്തുകയും ദെൻ എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് വർക്ക് സർട്ടിഫൈഡ് ഡിവൈഡഡ് ബൈ കോൺട്രാക്റ്റ് പ്രൈസ് എന്നുള്ള റേഷ്യോയിലേക്ക് ചുരുക്കി ആ എമൗണ്ടാണ് P&L അക്കൗണ്ടിലേക്ക് മാറ്റേണ്ടത്. കുറച്ചുകൂടി നമുക്ക് വിശ്വാസയോഗ്യമായിട്ടുള്ള എമൗണ്ടായി 77,333 എന്ന് പറയുന്നത്. ബാലൻസിങ് ഫിഗർ നമ്മൾ എന്ത് ചെയ്യുക, വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ റിസർവിലേക്ക് മാറ്റുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൽ ഇപ്പോൾ നമ്മൾ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും എല്ലാ 5 കേസുകളും കവർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസൊക്കെ ചെയ്തു കഴിഞ്ഞു കേട്ടോ. എല്ലാതും വേണമെങ്കിൽ നമുക്കൊരു 5ാമത്തെ കേസ് വേണമെങ്കിൽ ലോസ്, 4 കേസാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. 5ാമത്തെ കേസ് ലോസ് വരുന്ന വേണമെങ്കിൽ ചെയ്യാം. ലോസിൽ വലിയ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്നുമില്ല, എങ്കിലും ലോസ് വേണമെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനായിട്ട് വർക്ക് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ പേജ് നമ്പർ 250 തന്നെ ഇല്ലസ്ട്രേഷൻ 13 ആണ്, 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇത് ലോസ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ലോസ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്താൽ നമ്മുടെ എല്ലാ ടോപ്പിക്കും കവർ ചെയ്ത് കഴിഞ്ഞു. പിന്നീട് നമ്മൾ എന്ത് ചെയ്യുക, എന്തെങ്കിലും അഡീഷണൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉള്ള ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടാണ് വർക്കൗട്ട് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക കുട്ടികൾ. എക്സ് അണ്ടർടുക്ക് എ കോൺട്രാക്ട് ഓൺ 1st January for ₹5 lakh. ഹി ഇൻകേർഡ് ഫോളോയിങ് എക്സ്പെൻസസ് ഡ്യൂറിങ് ദ ഇയർ. എക്സിനെ 5 ലക്ഷം രൂപയുടെ ഒരു കോൺട്രാക്റ്റ് എടുത്തു. മറ്റ് എക്സ്പെൻസുകൾ വരുന്നത് ഇതൊക്കെയാണ്. മെറ്റീരിയൽസ് ഇഷ്യൂഡ് ഫ്രം സ്റ്റോഴ്സ് 45,000, മെറ്റീരിയൽസ് പർച്ചേസ്ഡ് 51,000, പ്ലാന്റ് ഇൻസ്റ്റാൾഡ് അറ്റ് കോസ്റ്റ് 40,000, വേജസ് പെയ്ഡ് 1 lakh, വേജസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ 31st December 42,000, ഡയറക്റ്റ് എക്സ്പെൻസസ് പെയ്ഡ് 10,000, ഡയറക്റ്റ് എക്സ്പെൻസസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ 31st December 3,000, എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻസസ് 6,500. അടുത്ത പാരഗ്രാഫായിട്ട് ഓഫ് ദ പ്ലാന്റ് ആൻഡ് മെറ്റീരിയൽസ് ചാർജ്ഡ് ടു ദ കോൺട്രാക്ട്, the plant which cost ₹3,000 and the materials costing ₹1,500 were lost. Some of the materials costing ₹2,000 were sold for ₹2,500. On 31st December, the plant which cost ₹1,000 was returned to the store, and a part of the plant which cost ₹500 was damaged, rendering itself യൂസ്ലെസ്. യൂസ്ലെസ് ആയിട്ടുള്ളൊരു ഒരു പാർട്ടാണ്. ദി വർക്ക് സർട്ടിഫൈഡ് വാസ് ₹2,40,000 ആൻഡ് 80% ഓഫ് ദ സെയിം വാസ് റിസീവ്ഡ് ഇൻ ക്യാഷ്. ദ കോസ്റ്റ് ഓഫ് വർക്ക് ഡൺ ബട്ട് അൺസർട്ടിഫൈഡ് വാസ് ₹2,000. ചാർജ് 10% per annum depreciation on plant and prepare the contract account for the year ended 31st December. By transferring the profit and loss account, the portion of the profit, if any, which you think is reasonable. വളരെ നന്നായിട്ട് പ്രോബ്ലം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഹെഡിങ്ങിലാണ് പറഞ്ഞിട്ടുള്ളത് ലോസ് വരുന്നൊരു പ്രോബ്ലം ആണെന്ന്. എന്തായാലും നമുക്ക് നോക്കാം. പ്ലാന്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉള്ള ഒരു പ്രോബ്ലമാണ്. ഇതിൽ നമുക്ക് കോൺട്രാക്റ്റ് അക്കൗണ്ട് വരച്ച് നോക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സൊല്യൂഷനിലേക്ക് പോകാം. ഹെഡിങ്ങിൽ പറഞ്ഞിട്ടുണ്ട് ലോസ് ആണെന്ന്. ലോസ് ആണെങ്കിൽ നമുക്കൊരു സ്പെഷ്യൽ അഡ്ജസ്റ്റ്മെൻ്റ് അല്ല. കാരണം ലോസ് ആണെങ്കിൽ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റാത്ര തന്നെ. ലോസ് ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യുമെന്നുള്ളത് പ്രത്യേകിച്ച് നമുക്ക് ഒരു പ്രോബ്ലം ചെയ്ത് പഠിക്കേണ്ട കാര്യമില്ല. കാരണം ലോസ് ആണെങ്കിൽ ലോസ് ട്രാൻസ്ഫർ ചെയ്യണതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. ലോസ് മുഴുവനായിട്ടും അതെവിടേക്ക് മാറ്റുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റുക, നോ പ്രോബ്ലം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ സൊല്യൂഷനിലേക്ക് പോകാം. കോൺട്രാക്റ്റ് 5 ലക്ഷത്തിൻ്റെയാണ്. മെറ്റീരിയൽസ് ഇഷ്യൂഡ് ഒക്കെ നമുക്ക് എഴുതാം. അപ്പോൾ മെറ്റീരിയൽസ് ഇഷ്യൂഡ്, ഞാനിവിടെ ഇഷ്യൂഡ് എന്ന് എഴുതിയതിൻ്റെ കാരണം പർച്ചേസ്ഡ് വേറെയുള്ള കാരണമാണ്. ഇഷ്യൂഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് എന്താണ്, ഇഷ്യൂഡ് ഫ്രം സ്റ്റോർ 45,000. ദെൻ മെറ്റീരിയൽസ് purchased 51,000. Then wages paid
വേജസ് പെയ്ഡ് എന്ന് പറയുമ്പോൾ അവിടെ ശ്രദ്ധിക്കുക, അത് ഇന്നർ കോളത്തിൽ എഴുതുക, കാരണം ഒരു ഔട്ട്സ്റ്റാൻഡിങ് പറയുന്നുണ്ട്. ഔട്ട്സ്റ്റാൻഡിങ് ഇവിടെ വേജസ് നമ്മളോട് ആ പാരഗ്രാഫിൽ പറയുന്നുണ്ട്. ഒന്ന് വായിച്ചാൽ നന്നായി, കുട്ടികളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അവിടെ പാരഗ്രാഫില്ല, അതിൽ തന്നെ വേജസ് പെയ്ഡിന് താഴെ തന്നെ 42,000 ആണ് പറയുന്നത്. 42,000 ഇത് അൺപെയ്ഡാണ്. അപ്പോൾ 1 lakh നമുക്ക് അൺപെയ്ഡ് പെയ്ഡ് എന്നൊന്നുമില്ല, ഫുൾ വേജസിൻ്റെ എമൗണ്ടാണ്, ഒരു കോൺട്രാക്റ്റിലേക്ക് വരുന്ന വേജസിൻ്റെ എമൗണ്ടാണ് ചെയ്യേണ്ടത്. ഇനി ഡയറക്റ്റ് എക്സ്പെൻസുകളൊക്കെ എഴുതിയിട്ട് പ്ലാന്റ് ഇഷ്യൂഡ് എഴുതാം, അതാണ് നല്ലത്. ഡയറക്റ്റ് എക്സ്പെൻസും ഇതുപോലെ തന്നെ രണ്ടും തന്നിട്ടുണ്ട്, പെയ്ഡ് തന്നിട്ടുണ്ട്. ദെൻ ദർ ഇസ് എൻ ഔട്ട്സ്റ്റാൻഡിങ് 3,000. അപ്പോൾ 13,000 ആണ് വേജസ് ഡയറക്റ്റ് എക്സ്പെൻസ്. ഇനി ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻസസ് ഉണ്ട്, അതുകൂടി കഴിഞ്ഞാൽ പിന്നെ പാരഗ്രാഫാണ്. എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻസസ്, അതിന് ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടോ? ഇല്ല, അത് 6,500. ഇനി പ്ലാന്റ് ഇഷ്യൂയുടെ മുകളിൽ പറയുന്നുണ്ട് ഇൻസ്റ്റാൾഡ് അറ്റ് കോസ്റ്റ് എന്ന് പറയുന്നുണ്ട്, അത് 40,000. അപ്പോൾ പ്ലാന്റ് ഇൻസ്റ്റാൾഡ് 40,000. ഇത്രയാണ് എക്സ്പെൻസസ് പറയുന്നത്. ഇനി നമുക്ക് വർക്ക് ഇൻ പ്രോഗ്രസ് അത് ആദ്യം എഴുതി വയ്ക്കാം. ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റുകൾ പറയുന്നുണ്ട്, അത് നമുക്ക് വഴിയാലെ നോക്കാം. എന്തായാലും നമ്മളിതുവരെ പഠിക്കാത്ത അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും ഇതിലുണ്ടാവില്ല. വർക്ക് സർട്ടിഫൈഡ്, വർക്ക് അൺസർട്ടിഫൈഡ്, ഇതാണ് ഇതിൻ്റെ ഫോർമാറ്റ് വർക്കിൻ്റെ. ഇനി കുട്ടികൾ എന്ത് ചെയ്യുക, വർക്ക് സർട്ടിഫൈഡ് പറഞ്ഞിട്ടുള്ളത് നോക്കുക. ഓഫ് ദ ഞാൻ പാരഗ്രാഫ് വായിക്കുകയാണ് കേട്ടോ. അതിൽ വർക്ക് സർട്ടിഫൈഡ് പറഞ്ഞിട്ടുണ്ട് 2,40,000 ആൻഡ് 80% ഓഫ് ദ സെയിം വാസ് റിസീവ്ഡ് ഇൻ ക്യാഷ്. വർക്ക് സർട്ടിഫൈഡ് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ് ഈ ക്വസ്റ്റ്യനിൽ. 2,40,000 അതിൻ്റെ 80% ക്യാഷ് കിട്ടിയെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഡയറക്റ്റ് ആയിട്ട് ആദ്യമായിട്ട്, അല്ലെങ്കിൽ അപൂർവം ക്വസ്റ്റ്യനിലാണ് ഡയറക്റ്റായിട്ട് പറയുള്ളൂ, അതാണ്. തൊട്ടടുത്ത് തന്നെ 2,000 വർക്ക് അൺസർട്ടിഫൈഡ് പറയുന്നുണ്ട്, 2,000. അപ്പോൾ 2,42,000 ഇതാണ് വർക്ക് ഇൻ പ്രോഗ്രസ്. അത് കഴിഞ്ഞു. ഇനി നമ്മൾ പതുക്കെ ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റ്സ് പറയുന്നുണ്ട്, പതുക്കെ ഓരോന്ന് വായിച്ചു നോക്കുക. ഓഫ് ദ പ്ലാന്റ് ആൻഡ് മെറ്റീരിയൽസ് ചാർജ് ടു കോൺട്രാക്ട്, the plant which cost 3,000 and materials costing 1,500 were lost. അപ്പോൾ ഇവിടെ പ്ലാന്റും അതുപോലെ തന്നെ മെറ്റീരിയൽസും നഷ്ടപ്പെട്ടു പോയതുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ P&L അക്കൗണ്ട് എന്താ കാരണം, ലോസ് അല്ലേ. P&L അക്കൗണ്ട് മെറ്റീരിയൽസ് പ്ലാന്റ്, മെറ്റീരിയൽസ് എത്രയാ, പ്ലാന്റ് 3,000, മെറ്റീരിയൽസ് 1,500. പ്ലാന്റ് 3,000, മെറ്റീരിയൽസ് 1,500, രണ്ടും കൂടി 4,500. അടുത്തത് നെക്സ്റ്റ് പ്ലാന്റ്. ഇവിടെ പ്ലാന്റും മെറ്റീരിയൽസാണ് കേട്ടോ. പ്ലാന്റാണ് 3,000, ഞാൻ തെറ്റി എഴുതിയതാണ്. പ്ലാന്റ് മെറ്റീരിയൽസ്. അടുത്തത് അത് എഴുതി കഴിഞ്ഞു. അടുത്തത് അതേ പോയിന്റിൽ തന്നെ സം ഓഫ് ദ മെറ്റീരിയൽസ് കോസ്റ്റിംഗ് 2,000 വെർ സോൾഡ് ₹2,500. അപ്പോൾ ഇവിടെ സെയിൽ ഓഫ് മെറ്റീരിയൽസ് 2,000 രൂപയുടെയാണ്.
ഞാൻ അവിടെ ബ്രാക്കറ്റിൽ ഉണ്ടായിരുന്ന എഴുതിയിട്ടുണ്ട്. എമൗണ്ട് 2500. അപ്പോൾ അവിടെ 500 പ്രോഫിറ്റാണ് അല്ലേ? അപ്പോൾ ആ പ്രോഫിറ്റ് ഇവിടെ എഴുതണം. P&L അക്കൗണ്ട് അവിടെ ബ്രാക്കറ്റിൽ പ്രോഫിറ്റ് ഓൺ മെറ്റീരിയൽസ് സെയിൽസ് എന്ന് എഴുതുക. എത്ര രൂപയാണ്? 500 രൂപയാണ് പ്രോഫിറ്റ്. 500 രൂപ ഇവിടെ എഴുതുക. ലോസ് ആണെങ്കിൽ അവിടെ തന്നെ എഴുതാം. P&L അക്കൗണ്ട് കാണിച്ചിട്ട് എഴുതുക. ഇനി അടുത്തത്, ഓൺ 31st December ദ പ്ലാന്റ് വിച്ച് കോസ്റ്റ് 1000 വാസ് റിട്ടേൺ ടു ദ സ്റ്റോർ. അപ്പോൾ അവിടെ പ്ലാന്റ് റിട്ടേൺ എന്ന് എഴുതുക. എന്നിട്ട് നിങ്ങൾ ആ ഡേറ്റ് തന്നിട്ടുണ്ട്, ഓൺ 31st December അല്ലേ? അപ്പോൾ പ്ലാന്റ് റിട്ടേൺ എത്ര? 1000 രൂപയുടെയാണ്. 31st December എന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ ഇതിൻ്റെ ഡേറ്റ് നോക്കുക. ഏതിൻ്റെ ഡേറ്റ്? 1st January. 31st December എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലം ഉപയോഗിച്ചു അല്ലേ? ഒരു കൊല്ലം ഉപയോഗിച്ചു എന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഡിപ്രീസിയേഷൻ എത്രയാണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ടാവും. കുട്ടികൾ നോക്കുക. 10% ആണ് ഡിപ്രീസിയേഷൻ അല്ലേ? അപ്പോൾ ലെസ് ഡിപ്രീസിയേഷൻ 10%. 1000ൻ്റെ ഡിപ്രീസിയേഷൻ 100 രൂപ. അപ്പോൾ 900 രൂപയുടെ പ്ലാന്റാണ് നമ്മൾ റിട്ടേൺ ചെയ്തത്. 100 രൂപ ഇവിടെ നമ്മൾ ഉപയോഗിച്ചു. ഒരു വർഷം കഴിഞ്ഞിട്ടാണ് റിട്ടേൺ ചെയ്യുന്നത്. 6 മാസത്തേക്കാണെങ്കിൽ നമ്മളിവിടെ 6/12 കൂടി ചേർക്കണം ഡിപ്രീസിയേഷൻ കാണുമ്പോൾ. ഇതൊരു കൊല്ലത്തേക്കാണ്. അപ്പോൾ അത് കഴിഞ്ഞു. അടുത്തത് റിട്ടേൺ ടു സ്റ്റോർ. ആൻഡ് എ പാർട്ട് ഓഫ് ദ പ്ലാൻ വിച്ച് കോസ്റ്റ് 500 വാസ് ഡാമേജ്ഡ്. ഇനി അടുത്ത് എന്താ? പ്ലാന്റ് ഡാമേജ്ഡ് എന്ന് പറഞ്ഞാൽ അത് ഇനി ഉപയോഗിക്കാൻ പറ്റില്ല. 500 രൂപയുടെ. അപ്പോൾ അത് എഴുതി. റെൻഡറിങ് ഇറ്റ് സെൽഫ് യൂസ്ലെസ്, അത് ഉപയോഗശൂന്യമായി. അടുത്തത് ദ വർക്ക് സർട്ടിഫൈഡ് നമ്മൾ ഉപയോഗിച്ചു. ചാർജ് 10% പെർ ആനം ഡിപ്രീസിയേഷൻ ഓൺ പ്ലാന്റ് ആൻഡ് പ്രിപ്പയർ കോൺട്രാക്റ്റ് അക്കൗണ്ട് എന്നാണ്. അപ്പോൾ ഇനി ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണം. ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെയല്ല ചെയ്യുക. ഡിപ്രീസിയേഷനാണ് ഇതിൻ്റെ എക്സ്പെൻസായിട്ട് വരേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പ്ലാന്റ് അറ്റ് സൈറ്റാണ് എഴുതേണ്ടത്. പ്ലാന്റ് അറ്റ് സൈറ്റ് എന്ന് പറയുമ്പോൾ എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? കോസ്റ്റ് എത്രയാണ്? 40,000. ഇവിടെ വേണ്ട, ഇവിടെ എഴുതാം. കോസ്റ്റ് എത്ര രൂപയാണ്? 40,000 രൂപയുടെ പ്ലാന്റാണ് നമ്മളിതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തത്. മൈനസ് ഈ ഒരു പ്ലാന്റിൻ്റെ ഒരു 3,000 രൂപയുടെ എന്താണ് ലോസ് വന്നിട്ടുണ്ട്. ലോസ് എന്ന് പറഞ്ഞാൽ അത് കളവ് പോയി, അങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ പ്ലാന്റ് ഒരു 1000 രൂപയുടെ പ്ലാന്റ് റിട്ടേൺ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 500 രൂപ ഡാമേജ് ആയിട്ടുണ്ട്. അപ്പോൾ 31,500 പോയി. 31,500 പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 31,500 അല്ല, ഇത് 3,000 ആണ്. 4,500 പോയിട്ടുള്ളൂ അല്ലേ? 30,000 അല്ല. ഇവിടെ ഞാനിത് 30,000 ആണെന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞത്. 3,000, 1000, 500. അപ്പം 4,500 ആണ് പോയിട്ടുള്ളൂ. അപ്പം 40,000 നിന്ന് 4,500 കുറയ്ക്കുമ്പോൾ അതിൻ്റെ കോസ്റ്റ് എത്രയാണ്? കോസ്റ്റ് വരുന്നത് എത്രയാണ്? 35,500. ലെസ് ഡിപ്രീസിയേഷൻ 10% ഡിപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ 35,500ൻ്റെ ഇങ്ങോട്ട് നീക്കി എഴുതുന്നുണ്ട്. 35,500ൻ്റെ ഡിപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ 3,550. അത് കഴിച്ച് ബാക്കിയുള്ള പ്ലാന്റ് നമ്മുടെ സൈറ്റിലുണ്ടാവും 31,950. ഇത്ര ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? രണ്ട് സൈഡിലും ഇതിപ്പോൾ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നമുക്കറിയില്ലല്ലോ. അപ്പോൾ രണ്ട് സൈഡിലും ഈക്വലായിട്ട് അണ്ടർലൈൻ ചെയ്യുക. ആ അണ്ടർലൈൻ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? രണ്ട് സൈഡും ഏത് സൈഡാണ് ബെറ്റർ അല്ലെങ്കിൽ ഏത് സൈഡാണ് കൂടുതൽ നോക്കുക. സാധാരണ ഗതിക്ക് ഇതിപ്പോൾ ലോസാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് അല്ലെങ്കിൽ അവിടെ ആയിരിക്കും കൂടുതൽ. ലോസാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇവിടെ ആയിരിക്കുമല്ലോ കൂടുതൽ. അപ്പോൾ ഇവിടെ കൂട്ടി നോക്കാം. അല്ലെങ്കിൽ അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പരീക്ഷണത്തിന് നിൽക്കേണ്ട രണ്ട് സൈഡും എന്ത് ചെയ്യുക? ആഡ് ചെയ്ത് നോക്കുക. എന്നിട്ട് മാത്രം തീരുമാനിക്കുക. ഒരു മുൻവിധി വേണ്ടാന്നർത്ഥം. 2,98,000 ആണ് ടോട്ടല്. രണ്ട് സൈഡും ടോട്ടൽ ഡബിൾ ലൈൻ ചെയ്യുക. അവിടെയാണ് കുറവെങ്കിൽ അവിടെ ബാലൻസിങ് ഫിഗർ വരും. 15,650 ലോസ്. 15,650. അപ്പോൾ ലോസ് വരുമ്പോൾ P&L അക്കൗണ്ടിലേക്ക് മാറ്റണോ വേറെ റിസർവ് അത് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ അവിടെ വരുന്നില്ല. അതെവിടേക്ക് തന്നെ എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബ്രാക്കറ്റിലെ ലോസ്. ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ പ്ലാന്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്
ഈ അഡ്ജസ്റ്റ്മെൻറ്റ് വേണമെങ്കിൽ കുട്ടികൾക്ക് വർക്കിംഗ് നോട്ടായിട്ട് കാണിക്കാം. അതായത് ഇവിടെ ഒരു കോസ്റ്റ് 40,000 രൂപയാണ്. അതിൽ നിന്ന് ആദ്യം ഈ 3,000 കുറച്ചു, പിന്നീട് ഈ 1,000 കുറച്ചു, പിന്നീട് എന്ത് ചെയ്തു, ഡാമേജ് ആയിട്ടുള്ള 500 കുറച്ചു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ഒരു 4,500 കുറച്ചപ്പോഴാണ് നമുക്ക് 40,000 നിന്ന് 4,500 കുറച്ചപ്പോഴാണ് 35,500 കിട്ടിയത്. 35,500ൻ്റെ 10% ഡിപ്രീസിയേഷൻ കുറച്ചപ്പോൾ നമുക്ക് പ്ലാന്റ് അറ്റ് സൈറ്റ് കിട്ടി. ദാറ്റ് ഈസ് 31,950. ഇനി ബാലൻസ് ചെയ്തപ്പോൾ നമുക്ക് ഇതിന് ലോസാണ് കിട്ടിയത്. ലോസ് ആയതുകൊണ്ട് സംശയത്തിന് ഇട നൽകണ്ട, അത് മുഴുവനായിട്ട് എവിടേക്ക് മാറ്റുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റുക. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേജ് നമ്പർ 252, ഇല്ലസ്ട്രേഷൻ 14. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. അശോക് കോൺട്രാക്ടേഴ്സ് കമൻസ്ഡ് എ കോൺട്രാക്ട് on 1st April 2019. The following information is available from their costing records on 31st December 2019. Materials sent to site 42,000. Wages paid 1 lakh. Foreman salary 15,000. അടുത്ത പാരഗ്രാഫ്. A machine costing rupees 30,000 remained in use on site for 1/5 of the year. Its working life was estimated at 5 years and scrap value at rupees 2,500. A supervisor is paid rupees 2,000 per month and he had devoted 1/2 of his time on the contract. All other expenses were rupees 10,000. The materials on site were rupees 2,100. The contract price was rupees 4 lakh. On 31st December 2019, 2/3 of the contract was completed. However, the architect gave a certificate only for rupees 2 lakh, on which 80% was paid. Prepare the contract account. അപ്പോൾ ഇതിൽ കുറച്ചുകൂടി വെറൈറ്റി ആയിട്ട് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വർക്ക് സർട്ടിഫൈഡൊക്കെ കണ്ടുപിടിക്കാൻ കുറച്ച് ടഫായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കുറച്ചുകൂടി നമുക്ക് നന്നായിട്ട് ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യനാണ്. പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ്. എന്തായാലും നമുക്കിതിൻ്റെ സൊല്യൂഷനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, 14ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇതിൽ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകളുണ്ട്. ഇതിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇതിൽ കോൺട്രാക്റ്റ് പ്രൈസ് 4 ലക്ഷം രൂപയാണ്. ഡിസംബർ 2019 2/3 ഓഫ് ദ കോൺട്രാക്റ്റ് വാസ് കംപ്ലീറ്റഡ്. ഹൗവർ ദ ആർക്കിടെക്ട് ഗേവ് എ സർട്ടിഫിക്കറ്റ് ഓൺലി ഫോർ 2 lakh, ഓൺ വിച്ച് 80% വാസ് പെയ്ഡ്. പ്രിപ്പയർ കോൺട്രാക്റ്റ് അക്കൗണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് വർക്ക് സർട്ടിഫൈഡ്, വർക്ക് അൺസർട്ടിഫൈഡൊക്കെ കണ്ടുപിടിക്കാൻ ഒരു എളുപ്പവഴി, അല്ലെങ്കിൽ വർക്ക് സർട്ടിഫൈഡ് കണ്ടുപിടിക്കാനുള്ളൊരു എളുപ്പവഴി ഉണ്ട്, അല്ലെങ്കിൽ അത് തന്നിട്ടുണ്ട് കൃത്യമായിട്ട്. എത്രയാണ്? 2 ലക്ഷം രൂപയാണ്. പക്ഷെ വർക്ക് അൺസർട്ടിഫൈഡ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് ഇല്ല, അല്ലെങ്കിൽ അതിനുള്ള ഒരു ഡയറക്റ്റ് ഇൻഫർമേഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ വർക്ക് സർട്ടിഫൈഡ് മാത്രം എഴുതിയ പോരല്ലോ, വർക്ക് അൺസർട്ടിഫൈഡ് കൂടി എഴുതണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ കോസ്റ്റൊക്കെ കണ്ടിട്ട് വേണം, ഈ നെറ്റ് കോസ്റ്റ് കാണണം. കോസ്റ്റ് കണ്ടിട്ട്, അതായത് 2/3 വർക്കാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് കാണാം? വർക്ക് അൺസർട്ടിഫൈഡ് കണ്ടുപിടിച്ചിട്ട് വേണം ഈ പ്രോബ്ലം ചെയ്യാൻ. അപ്പോൾ ആദ്യം നമുക്കറിയാവുന്ന ഡീറ്റെയിൽസ് എഴുതിയിട്ടാണ് ഇത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം എഴുതാം. To materials 42,000, wages 1 lakh. വേജസ് ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ. പെയ്ഡാണ് തന്നിട്ടുള്ളത്, ഇല്ല. ഫോർമാൻ സാലറി foreman salary 15,000.
15 അല്ല, ഫോർമാൻ സാലറി 15,000 അല്ല, അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്, കുട്ടികൾ ശ്രദ്ധിക്കുക. ഇവിടെ ഈ ഫോർമാൻ എന്ന് പറയുന്നത് എ സൂപ്പർവൈസർ ഈസ് പെയ്ഡ് ഫോർ ഫോർമാൻ സാലറി അല്ല, സൂപ്പർവൈസർ സാലറി വേറെ ഉണ്ട്, സോറി, സൂപ്പർവൈസേഴ്സ് സാലറിയാണ്. സൂപ്പർവൈസേഴ്സ് സാലറി, അത് സൂപ്പർവൈസേഴ്സ് സാലറി എന്ന് പറയുന്നത് 2,000 രൂപയാണ് പെർ മന്ത്. ആൻഡ് ഹി ഹാഡ് ഡിവോട്ടഡ് 1/2 ഓഫ് ഹിസ് ടൈം ഓൺ ദ കോൺട്രാക്ട്. 1 ഏപ്രിലാണ് ഇത് തുടങ്ങുന്നത്. അപ്പോൾ ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, 9 മാസം. അപ്പോൾ 2,000, നമ്മളത് 9 മാസം ഇത് സാലറിക്ക് വേണ്ടി എണ്ണിയപ്പോൾ കറക്റ്റ് നമുക്കത് മനസ്സിലായി. ഹാഫാണ് അയാൾ എന്ത് ചെയ്യുന്നത്, 1/2 ഓഫ് ഹിസ് ടൈം. 2 മെഷീൻ നോക്കുന്നുണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ മെഷീന് വേണ്ടി പകുതി സമയമാണ് അദ്ദേഹം വിനിയോഗിക്കുന്നത്. അത്രയാണ് നമുക്ക് എഴുതേണ്ടത്, 9,000. ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് അതർ എക്സ്പെൻസസ്, ഓൾ അതർ എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്. അപ്പോൾ നമുക്ക് അതും എഴുതാം. അതർ എക്സ്പെൻസസ് എത്രയാണ്, 10,000. ഇനി എ മെഷീൻ കോസ്റ്റിംഗ് 30,000 റിമൈൻഡ് ഇൻ യൂസ് ഓഫ് ഓൺ സൈറ്റ് ഫോർ 1/5 ഓഫ് ദ ഇയർ. ഇറ്റ്സ് വർക്കിംഗ് ലൈഫ് വാസ് എസ്റ്റിമേറ്റഡ് 5 years ആൻഡ് സ്ക്രാപ്പ് വാല്യൂ 2,500. എ സൂപ്പർവൈസർ, അപ്പം ഇവിടെ കൃത്യമായിട്ട് തന്നിട്ടുള്ള ഡിപ്രീസിയേഷന് വേണ്ടിയിട്ടാണ്, ആ മെഷീൻ്റെ ഡിപ്രീസിയേഷൻ എഴുതാൻ വേണ്ടിയിട്ടുള്ളതാണ്, ലൈഫും ഇതൊക്കെ തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ ഡിപ്രീസിയേഷൻ ഓഫ് മെഷീൻ, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, മെഷീൻ ഫുള്ളായിട്ട് ഇവിടെ പോസ്റ്റ് ചെയ്യാണ് ചെയ്യാറ്. പക്ഷേ ഇവിടെ വേറെ നിവൃത്തിയില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 5 വർഷമാണ് ലൈഫ്. അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 30,000 രൂപയാണ്. അതിന് എന്താണ്, സ്ക്രാപ്പ് വാല്യൂ 2,500 രൂപയാണ്. ദെൻ അതിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് 5 years ആണ്. പക്ഷേ 1/5 ആണ് ഇവിടെ ഡിവോട്ട് ചെയ്യുന്നത്. അപ്പോൾ 1/5 കൊടുത്തു. അപ്പോൾ ഒരു വർഷത്തെ ഡിപ്രീസിയേഷൻ കിട്ടും 1,100. ഒരു വർഷത്തെ അല്ല, 1/5, 5-1 ഭാഗം, 1/5 ഓഫ് ദ ഇയർ, അതാണ് പറയുന്നത്. ഇത്രയായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ബൈ വർക്ക് ഇൻ പ്രോഗ്രസ്. വർക്ക് ഇൻ പ്രോഗ്രസ്സിനെ നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. വർക്ക് സർട്ടിഫൈഡും വർക്ക് അൺസർട്ടിഫൈഡും. വർക്ക് സർട്ടിഫൈഡ് 2 lakh ആണ്. നമുക്ക് മനസ്സിലായി എന്തിൻ്റെയാണ്, ഇതിൻ്റെ പകുതിയാണ്, അല്ലെങ്കിൽ 2 ലക്ഷം തന്നെ പറഞ്ഞിട്ടുണ്ട്, 2 lakhs തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി വർക്ക് സർട്ടിഫൈഡ് നമുക്കറിയില്ല, കാണണം. ഒരു മെറ്റീരിയൽ സെറ്റ് സൈറ്റും തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് വരേണ്ടത്, മെറ്റീരിയൽ സെറ്റ് സൈറ്റ്. ഇനി എന്തെങ്കിലും റിട്ടേൺ ചെയ്യാനുണ്ടോ, എന്തെങ്കിലും അങ്ങനെ വല്ല ഐറ്റംസ് ഉണ്ടോ എന്ന് നോക്കുക. 2,100 കഴിഞ്ഞു. ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ള ഡീറ്റെയിൽസ്. അപ്പോൾ ഇവിടെ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു കാരണവശാലും വർക്ക് അൺസർട്ടിഫൈഡ് കാണാൻ ഡയറക്റ്റ് മെത്തേഡ് ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കോസ്റ്റ് കണ്ടിട്ട്, ഇപ്പോഴത്തെ കോസ്റ്റ് എന്ന് പറയുന്നത് 2/3 ആണ്, മനസ്സിലായല്ലോ. അങ്ങനെ 2/3 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഗ്രോസ് അപ്പ് ചെയ്തിട്ട് ടോട്ടൽ കണ്ടുപിടിച്ചിട്ട് വേണം അത് കാണാൻ. അപ്പോൾ നമുക്ക് ആദ്യത്തെ, ഞാനിവിടെ സ്ഥലമില്ലാത്ത കാരണം കൊണ്ട് ഞാനിവിടെ എഴുതുന്നുണ്ട്, വർക്കിംഗ് നോട്ട് 1, കാൽക്കുലേഷൻ ഓഫ് വർക്ക് അൺസർട്ടിഫൈഡ്, ഇങ്ങനെ തന്നെ എഴുതുന്നുണ്ട്. അപ്പോൾ കോസ്റ്റ് ഇൻഗേർഡ്
ഈസ് ഈക്വൽ ടു, ഞാൻ ഓരോന്ന് പ്ലസ് ഇടുക കേട്ടോ, 42,000 പ്ലസ് ഇതാണ് 42,000 മെറ്റീരിയൽസ് 1 lakh. 1 lakh എന്താ, 1 lakh വേജസ്, ഫോർമാൻ സാലറി 15,000, 15,000 പ്ലസ് 9,000 പ്ലസ് അതർ എക്സ്പെൻസസ് 10,000 പ്ലസ് 1,100. ഇതാണ് എക്സ്പെൻസസ് വന്നിട്ടുള്ളത്. മൈനസ് മെറ്റീരിയൽ സെറ്റ് സൈറ്റ് 2,100. അപ്പം നെറ്റ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു ഇത് ടോട്ടൽ ചെയ്തിട്ട് 2,100 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് 1,75,000 കിട്ടും, 1,75. ഇതാണ് നെറ്റ് കോസ്റ്റ്. ഞാൻ അവിടെ ഒരു കാര്യം കൂടി എഴുതുന്നുണ്ട്, ബീയിങ് 2/3 ഓഫ് എന്താണ്, ഓഫ് ദി കോൺട്രാക്റ്റ് പ്രൈസ്. 2/3 ഓഫ് ദി കോൺട്രാക്റ്റ് പ്രൈസ്. മനസ്സിലായല്ലോ, 2/3 ഓഫ് ദി കോൺട്രാക്റ്റ് പ്രൈസ്. ഇനി താഴെ എഴുതുന്നു, therefore കോൺട്രാക്റ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു, കോൺട്രാക്റ്റ് പ്രൈസിൻ്റെ 2/3 ഭാഗമാണ് 1,75 എങ്കിൽ കോൺട്രാക്റ്റ് പ്രൈസ് എങ്ങനെയാണ് കാണുക, 1,75,000 ഇൻറ്റു തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക 3/2 ഗ്രോസപ്പ് ചെയ്യാന്ന് പറയും. 3/2 ചെയ്യുമ്പോൾ 2,62,500. ഇതാണ് നമ്മുടെ എന്ത്, അതാണ് നമ്മുടെ കോൺട്രാക്റ്റിൻ്റെ എമൗണ്ട്, 2,62,500. ഇനി വർക്ക് സർട്ടിഫൈഡ് എത്രയാണ്, therefore cost of work certified is equal to, വർക്ക് സർട്ടിഫൈഡ് പകുതിയാണല്ലോ. വർക്ക് അൺസർട്ടിഫൈഡ് എപ്പോഴും കുട്ടികൾക്ക് അറിയാം, അത് കോസ്റ്റിലാണ് വാല്യൂ ചെയ്യുക. നമ്മളെപ്പോഴും പറഞ്ഞിട്ടുണ്ട് കോസ്റ്റിലാണ് വാല്യൂ ചെയ്യുക. അപ്പോൾ കോസ്റ്റ് ഓഫ് വർക്ക് സർട്ടിഫൈഡ് 2,00,000 വർക്ക് സർട്ടിഫൈഡ് എന്ന് പറയുന്നത് ഇൻക്ലൂഡിങ് പ്രോഫിറ്റ് ആണ്. കോസ്റ്റ് ഓഫ് വർക്ക് സർട്ടിഫൈഡ് എങ്ങനെയാണ് കാണുക, 2,62,500 ഇൻറ്റു 1/2. ഇതിൻ്റെ പകുതി അതെത്രയാ, 1,31,250. 1,31,250 ആണ് കോസ്റ്റ് ഓഫ് വർക്ക് സർട്ടിഫൈഡ് അല്ലേ. കോസ്റ്റ് ഓഫ് വർക്ക് സർട്ടിഫൈഡ് ഇതാണ്. ടോട്ടൽ കോസ്റ്റ് എത്രയാണ്, 1,75. നമുക്ക് വന്നിട്ടുള്ള ടോട്ടൽ കോസ്റ്റ് ഓഫ് വർക്ക്, നമ്മൾ പണിതിട്ടുള്ള മൊത്തം വർക്ക് എത്രയാണ്, 1,75,000 രൂപയുടെ വർക്ക് നടന്നു. അതിൽ 1,31,250 സർട്ടിഫൈ ചെയ്തു. അപ്പോൾ സർട്ടിഫൈ ചെയ്യാത്ത ഏതാ, അത് വളരെ വ്യക്തമായിട്ട് അറിയാം, അതിൽ നിന്ന് കുറച്ചാൽ മതിയില്ലേ. therefore വർക്ക് അൺസർട്ടിഫൈഡ് ഈസ് ഈക്വൽ ടു 1,75,000 മൈനസ് 1,31,250, 1,31,250. അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ എത്രയാ, 43,000 എത്രയാണ്, 750 രൂപയാണ് വർക്ക് അൺസർട്ടിഫൈഡ്. ഇതാണ് വർക്ക് അൺസർട്ടിഫൈഡ്. ഞാൻ ഒന്നുകൂടി ഇതിലേക്ക് പോവാം. നമുക്കിവിടെ വർക്ക് അൺസർട്ടിഫൈഡ് കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മളത് എന്ത് ചെയ്തു, വർക്ക് അൺസർട്ടിഫൈഡ് ഇൻഡയറക്റ്റ് ആയിട്ട് മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇതിൻ്റെ ടോട്ടൽ കോസ്റ്റ് കാണാൻ വേണ്ടി ഡെബിറ്റ് സൈഡിലുള്ള എല്ലാ ഐറ്റം കൂടി കൂട്ടി, എല്ലാ എക്സ്പെൻസും കൂടി കൂട്ടി. എന്നിട്ട് എന്തെങ്കിലും ഐറ്റംസ് കുറയ്ക്കാനുണ്ടോ, അത് കുറച്ചു. അപ്പോൾ ഇതുവരെ നമുക്ക് ചിലവ് വന്നിട്ടുള്ള അല്ലെങ്കിൽ മൊത്തം വർക്ക് കഴിഞ്ഞിട്ടുള്ള വർക്കിൻ്റെ കോസ്റ്റ്, ടോട്ടൽ കംപ്ലീറ്റഡ് കോസ്റ്റ് ഓഫ് വർക്ക് എത്രയാണ്, 1,75,000. 1,75,000 രൂപയുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കോസ്റ്റ് അത്രയും വിലയുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ദാറ്റ് ഈസ് ബീയിങ് 2/3 ഓഫ് ദ കോൺട്രാക്ട് പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കോൺട്രാക്റ്റിൻ്റെ അല്ലെങ്കിൽ എന്താണ്, കോൺട്രാക്റ്റിൻ്റെ 2/3, കോൺട്രാക്റ്റിൻ്റെ 2/3 ആണ് എന്ത്, 1,75,000 എന്ന് പറയുന്നു അല്ലേ. therefore
എന്താണ് ടോട്ടൽ കോൺട്രാക്റ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു എത്രയാണ് 1,75,000 ഇൻറ്റു 3/2. മൂന്നിൽ 2 ഭാഗമാണ് 1,75 ആ വാല്യൂ കാണാൻ എന്ത് ചെയ്യണം 1,75,000 ഇൻറ്റു 3/2. അപ്പോൾ നമുക്ക് കിട്ടി 2,62,500 അല്ലേ. ഇനി കോസ്റ്റ് ഓഫ് വർക്ക് സർട്ടിഫൈഡ്, ഇതിൻ്റെ കോസ്റ്റ്, ഇത് കോസ്റ്റാണ്. കോസ്റ്റ് ഓഫ് വർക്ക് സർട്ടിഫൈഡ് കാണാൻ 2,62,500 ഹാഫ് എത്രയാണ് 1,31,250. അപ്പോൾ 1,31,250 വർക്കാണ് സർട്ടിഫൈ ചെയ്തത്. 1,75,000 വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ 1,31,250 വർക്ക് സർട്ടിഫൈ ചെയ്തു. ബാക്കിയുള്ള 43,750 രൂപയുടെ വർക്ക് അൺസർട്ടിഫൈഡ് ആണ്. അപ്പോൾ ഞാനിവിടെ എഴുതി 43,750. അപ്പോൾ ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളോട് 2,43,750 വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്ത് ചെയ്യണം, ഇനി ഞാനിത് മായ്ക്കാൻ പോവാണ്. മറ്റ് ഐറ്റംസ് എഴുതാൻ സ്പേസ് ഇല്ലാത്ത കാരണമുണ്ട്. കുട്ടികൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഈ അഡ്ജസ്റ്റ്മെൻറ്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല ക്വസ്റ്റ്യൻ പേപ്പറിലും ഇങ്ങനെ വന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്, പക്ഷേ ഒരു എമൗണ്ട് കാണാൻ മാത്രം എന്താണ് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ അത് കാരണം കൊണ്ട് തന്നെ കുട്ടികൾ എന്ത് ചെയ്യും, ഇത് വ്യാപകമായിട്ട് തെറ്റിക്കാനുള്ള സാധ്യതയുണ്ട്. തെറ്റിക്കേണ്ട കാര്യമില്ല, പക്ഷേ അങ്ങനെ തെറ്റിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വളരെ കെയർഫുള്ളായിട്ട് പഠിച്ച് മാത്രം ഇത് പോവാം കേട്ടോ. ഇങ്ങനത്തെ കണ്ട അഡ്ജസ്റ്റ്മെൻറ്റുകൾ വരുമ്പോൾ ടൈറ്റ് ആവണം കണ്ട, ക്വസ്റ്റ്യൻ ടൈറ്റ് ആവുന്നത് കണ്ട. അപ്പോൾ 2,45,850 2,45,850 ഇതാണ് ടോട്ടല്. ഇവിടെ നോഷണൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 58,850. അതിന് എങ്ങോട്ട് എടുത്തും നോഷണൽ പ്രോഫിറ്റ് ക്യാരി ഡൗൺ അല്ല, ബ്രോ ഡൗൺ. ഇവിടെ ക്യാരി ഡൗൺ എത്രയാണ് 58,850. ഇനി എന്ത് ചെയ്യണം, ഇതിൻ്റെ ഓൾമോസ്റ്റ് ഹാഫ് കംപ്ലീറ്റഡ് ആണ് അല്ലേ. അപ്പോൾ 2/3 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, P&L അക്കൗണ്ട് എന്ന് പറഞ്ഞ് നോഷണൽ പ്രോഫിറ്റ് 58,850 ഇൻറ്റു 2/3 2/3 എത്ര ശതമാനമാണ് 80% ആണ്. അപ്പോൾ 80/100 80% ആണ് എന്ന് നമുക്ക് ഏറെക്കുറെ 80% വാസ് പെയ്ഡ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ തന്നെയാണ്. അപ്പോൾ 31,387 P&L അക്കൗണ്ടിലേക്ക് പോകുന്നത്. ബാക്കിയുള്ള എമൗണ്ട് ബാലൻസ് ചെയ്യാം. 58,850 ബാലൻസ് വരുന്നത് 27,463. ഇത് വർക്ക് ഇൻ പ്രോഗ്രസ്, ഇതാണ് റിസർവ്. അപ്പോൾ ഇവിടെ ആകെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പഠിക്കേണ്ടത് എന്തുമാത്രമാണ്, വർക്ക് സർട്ടിഫൈഡ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം എന്നുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. നന്നായിട്ട് ശ്രദ്ധിച്ച് മാത്രമേ ഈ ക്വസ്റ്റ്യൻ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഈ ടെക്നിക്ക് പഠിച്ചു വയ്ക്കുക. എന്താ കാരണം വെച്ചാൽ ഇതിലിപ്പോൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനിലെ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും അത് തന്നെയാണ്. എക്സെപ്റ്റ് വേണമെങ്കിൽ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്ന വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ സൂപ്പർവൈസർ സാലറി വന്ന സിസ്റ്റം വ്യത്യാസമുണ്ട്, ഫോർമാൻ സാലറി, അങ്ങനെയുള്ള അഡീഷണൽ എമൗണ്ടുകളുണ്ട്. മിക്കവാറും എക്സാമിനേഷൻ ചോദിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനാണ്. അതുകൊണ്ട് തന്നെ വളരെ വളരെ കെയർ ചെയ്ത് കുട്ടികൾ ഈ ക്വസ്റ്റ്യൻ പഠിക്കുക. ഇനിയും നമുക്ക് ഇതുപോലത്തെ അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് വേണ്ടത് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഈ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. കുട്ടികൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ആർക്കെങ്കിലും ഈ ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എസ്എ ചാപ്റ്ററാണ്. ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക അല്ലെങ്കിൽ വിളിക്കുക. അപ്പോൾ ഞാനത് ആൻസർ ക്ലിയർ ചെയ്ത് തരാം. താങ്ക് യു വെരി മച്ച്.